ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ പലർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ ഞണ്ട്. അപ്പോൾ ഞണ്ട് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഞണ്ടല്ല, ഞണ്ടിൻ്റെ തൊണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള 3 വെറൈറ്റി ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ക്രാഫ്റ്റ് കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഡിസൈൻ വരുന്ന ക്രാഫ്റ്റ് ഷെല്ലാണ് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൽ ഓൾറെഡി കുറച്ച് ഡിസൈൻസ് ഉണ്ട്, കുറച്ച് ഡോട്ട്സ് പോലത്തെ ഡിസൈൻസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ട്രൈ കളറാണ്, ഇതുപോലെ ഡോട്ട് പോലെയും പല ഷേപ്പിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡോട്ട്സും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൻ്റെ രണ്ടറ്റത്ത് കൂർത്ത് നിൽക്കുന്ന ഭാഗമില്ലേ, അതിൽ ഫുള്ളായിട്ട് ഞാൻ ഓറഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓറഞ്ചിൻ്റെ ഇടയിലായിട്ട് ഗ്രീൻ കളറ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളറ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൽ ബേസായിട്ട് ഒരു കളറും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല. ക്രാഫ്റ്റ് ഷെല്ലിൻ്റെ നാച്ചുറൽ കളറിലേക്കാണ് ട്രൈ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളറും ഗ്രീൻ കളറും കൊടുത്തതിന് ശേഷം വൈറ്റ് കൂടി കൊടുത്തിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ഷെല്ലിനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൻ്റെ രണ്ടറ്റത്ത് രണ്ട് കൂർത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറ് ട്രൈ കളറ് ഇതുപോലെ ഓറഞ്ച് വൈറ്റ് ഗ്രീൻ എന്ന രീതിയിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 2 പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരെണ്ണം ആ ഒരു ക്രാഫ്റ്റ്മാൻ്റെ ലെഗിന് വേണ്ടിയിട്ടും 2 ഹാൻഡ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ ഹാൻഡിൻ്റെ സൈഡിൽ വയ്ക്കുന്നതിന് കുറച്ചും കൂടി ഒരു തിക്ക് വേണം കേട്ടോ, തടിയുള്ള ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രാഫ്റ്റ്മാൻ്റെ കാല് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കൈകൾക്കായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ റോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ഹാൻഡ്സും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി മോടി പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ട്രൈ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഹാൻഡിന് ഓറഞ്ചും മറ്റേ ഹാൻഡിന് ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ ആ ഒരു ലെഗ് വൈറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ക്രാഫ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലുള്ള ക്രാഫ്റ്റ് ഷെല്ലാണ്. ഇതിലേക്ക് ഞാൻ 3 മനുഷ്യരെയാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നുകൂടി വലുതാക്കി റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ട്രൈ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റിലും ബേസായിട്ട് കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൻ്റെ നാച്ചുറൽ കളർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ബേസായിട്ട് ലൈറ്റ് സ്കൈ ബ്ലൂ കളറ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്ത് ഫസ്റ്റ് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലൊന്ന് ബേസ് വരച്ചു കൊടുക്കുക, അതിനുശേഷം നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ട്രൈ കളറാണ് ഇതിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 മനുഷ്യൻ്റെ താഴെയായിട്ട് കർവ് ഷേപ്പിൽ 3 ലൈൻസ് കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിലും ഓരോ കോളത്തിൽ ട്രൈ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കളറും കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഈ ഒരു 3 കളർ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ ആൾക്ക് നമുക്ക് ഓറഞ്ച് കളർ ഇതുപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് സെൻറ്ററിലുള്ള ആൾക്ക് ഇതുപോലെ വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്
0 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വൈറ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ലാസ്റ്റത്തെ മനുഷ്യനെ കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാ മനുഷ്യരും ഇതുപോലെ കൈ ഉയർത്തി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. 3 മനുഷ്യരെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് 3 കോളം ഇതുപോലെ കേർവ് ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും നമ്മൾ ട്രൈ കളർ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് അശോക ചക്രത്തിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വർക്ക്. ഇനി തേർഡ് വർക്ക് കാണാം കേട്ടോ. അപ്പോൾ തേർഡ് വർക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് 3 ക്രാബ് ഷെൽസ് ആണ്. സെയിം പാറ്റേണിലുള്ള 3 ക്രാബ് ഷെൽസ് എടുത്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രൈ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് വൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്രാബ് ഷെല്ലിൽ ഇതുപോലെ ഓറഞ്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്രാബ് ഷെല്ലിൽ ഇതുപോലെ ഗ്രീൻ കളറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂന്നും നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതിനുശേഷം നമുക്ക് വേണ്ടതൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കിൽ വൈറ്റ് കളറാണ് ബേസായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 3 ക്രാബ് ഷെൽസും വൈറ്റും ഗ്രീനും ഓറഞ്ചും ആയിട്ടുള്ള 3 ക്രാബ് ഷെൽസ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് സെൻറ്ററിലേക്ക് ഈ ഒരു അശോക ചക്രം കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അശോക ചക്രത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കറക്റ്റായിട്ട് 24 ലൈൻസും ഈ ഒരു അശോക ചക്രത്തിൽ വരയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് മുകളിൽ ഐ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകും. നെക്സ്റ്റ് ബാക്ക് സൈഡിൽ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നമുക്കൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കിലും ഇതുപോലെ ഫ്ലാഗിൻ്റെ ട്രൈ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ക്രാബ് ഷെൽസും അശോക ചക്രവും ഒരു ഐസ്ക്രീം സ്റ്റിക്കും യൂസ് ചെയ്തിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാറ്റാടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 3 ക്രാബ് ഷെൽ ക്രാഫ്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞണ്ട് തിന്നിട്ട് അതിൻ്റെ ഷെല്ല് നമുക്ക് ഈ ഒരു രീതിയിൽ യൂസ്ഫുൾ ആക്കാം കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്